നമസ്കാരം. ദുരിതനാശവും അഭീഷ്ടസിദ്ധിയും കൈവരിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഭയങ്കരമായിട്ടുള്ള തീവ്രമായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട്, എന്തെങ്കിലും ഒരു കാര്യം മുന്നോട്ട് പോകാനായിട്ട് തടസ്സപ്പെട്ട് നിൽക്കുകയാണ്, അത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ദുരിതനാശം, വീട്ടിൽ ദുരിതമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, കഷ്ടപ്പാടുണ്ട് എന്ന് വിചാരിക്കുക. നമ്മൾ കുറച്ച് സമയം അതിനുവേണ്ടി ചെലവഴിച്ചാൽ, നമ്മൾ സ്ത്രീകൾ അല്ലെങ്കിൽ വീട്ടമ്മമാര്, അത് ഗ്രഹനാഥി ഒരുമിച്ചാണെങ്കിൽ വളരെ നല്ലത്. നമുക്ക് നമ്മുടെ മനസ്സിനും ശരീരത്തിനും സന്തോഷം കിട്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ കുടുംബത്തിന് ഉയർച്ചയുണ്ടാകുന്ന കാര്യങ്ങളും കൂടെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ അതുപോലെ ദുരിതം ഉണ്ടാവാതിരിക്കാനായിട്ട്, ദുരിതനാശവും അഭീഷ്ടസിദ്ധിയും കൈവരിക്കാനായിട്ട് നമ്മൾ ദേവീ മഹാത്മ്യം പാരായണം ചെയ്യുക. അതിൽ 614 ശ്ലോകമുണ്ട്. ഈ 614 ശ്ലോകം എന്ന് പറയുന്നത് സർവബാധ പ്രശമനം ത്രൈലോക്യ എന്ന് തുടങ്ങുന്നതാണ്. ശ്ലോകം ദിവസവും 108 നിങ്ങൾ ജപിക്കുക. അത് നമ്മുടെ കുടുംബത്തിലെ ദുരിതങ്ങളെല്ലാം മാറാനും, അതുപോലെ തന്നെ ദേവീ മഹാത്മ്യത്തിൽ ഏത് ശ്ലോകം ചൊല്ലുമ്പോഴും അതിന് മുൻപും പിൻപും ഇത് പറഞ്ഞുകൊണ്ട്, ഇത് ജപിച്ചുകൊണ്ട് നിർത്തുക. ഇത് ജപിച്ചുകൊണ്ട് തുടങ്ങുകയും ജപിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള പല ദോഷങ്ങളും മാറാനായിട്ട് നല്ലതാണ്. അത് നിത്യവും നിങ്ങൾക്ക് ജപിക്കാനും പാരായണം ചെയ്യാനും സാധിച്ചാൽ വളരെ നല്ലത്. പിന്നീടുള്ള 638 ശ്ലോകമുണ്ട്. 638 ശ്ലോകം സർവബാധകളും നശിക്കുന്ന ശ്ലോകമാണ്. അതുപോലെ തന്നെ 240 ശ്ലോകമുണ്ട്. ആദ്യം തന്നെ നല്ലൊരു ദേവീ മഹാത്മ്യ ബുക്ക് പാരായണം ചെയ്യാനായിട്ട് നിങ്ങൾ കിട്ടാൻ പറ്റുമോ, വാങ്ങാൻ പറ്റുമോ നോക്കുക. 240 ശ്ലോകമുണ്ട്. അതിൽ ത്രൈലോക്യമേദഖിലം രിപുനാശനേന ത്രാതം ത്വയ സമരമൂർധനി എന്ന് പറയുന്ന ഒരു ശ്ലോകമുണ്ട്. അതിൽ ഈ 240 ശ്ലോകത്തിന്റെ ഓരോ ശ്ലോകത്തിന്റെ ആദ്യ അവസാനവും ചേർത്ത് ഇത് ജപിക്കുകയും കൂടെ ചെയ്താൽ ശത്രുദോഷം മാറുക, അഭീഷ്ടസിദ്ധി ഉണ്ടാവുക, നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യവും നമ്മൾ നിത്യവും ഇതൊന്ന് പാരായണം ചെയ്ത് നോക്കും. നമ്മുടെ കുടുംബത്തിൽ ഭയങ്കര ഒരു എനർജി ആയിരിക്കും, ഭയങ്കരമായിട്ടുള്ളൊരു എനർജി ആയിരിക്കും. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമ്മൾ അതുപോലെ തന്നെ ഭദ്രകാളി സ്തോത്രം പാരായണം ചെയ്യുക. ചില ഗ്രഹപ്പിഴകൾ പോലും നമുക്ക് ഈ പാരായണങ്ങൾ കൊണ്ടൊക്കെ മാറ്റിവെക്കാനായിട്ട് സാധിക്കും. ഈ ഉള്ള ശ്ലോകങ്ങളും ഒക്കെ നമ്മൾ നിരന്തരം പാരായണം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അഭീഷ്ടസിദ്ധികളും നടക്കും, ദുരിതനാശവും രോഗനാശവും കൈവരിക്കാനായിട്ട് കഴിയും.